ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ കാണുന്നത് റിസർച്ച് ഡിസൈൻ്റെ വേരിയസ് സ്റ്റേജസ് ആൻഡ് അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിസർച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു റിസർച്ചിന് പല പല സ്റ്റെപ്പുകളുണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ. റിസർച്ച് എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറലാണ്. അപ്പോൾ ഒരു 13 സ്റ്റെപ്പ് അടങ്ങുന്നതാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ റിസർച്ച് ഡിസൈൻ ഒരു സ്റ്റെപ്പായിരുന്നു. റിസർച്ച് പ്രോസസ്സിലെ ഒരു സ്റ്റെപ്പായിരുന്നു റിസർച്ച് ഡിസൈൻ. ഇപ്പം നമുക്ക് റിസർച്ച് ഡിസൈന് തന്നെ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിസർച്ച് ഡിസൈനും റിസർച്ച് പ്രോസസ്സും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ഏകദേശം സെയിം തന്നെയാണ്. സോ ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം. അത് തന്നെയായിരുന്നു റിസർച്ച് പ്രോസസ്സിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു റിസർച്ച് പ്രോബ്ലം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിസർച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു പ്രോസസ്സിൻ്റെ മൊത്തത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം തന്നെയായിരിക്കും. ഇപ്പോൾ റിസർച്ചറിന് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യണം. സോ ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദ റിസർച്ച് ടു കൺവേർട്ട് ദ ബിസിനസ് പ്രോബ്ലം ഇൻ ടു ആൻ ആക്ച്വൽ റിസർച്ച് പ്രോബ്ലം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമുലേഷൻ എന്ന് പറയുന്നത് is the basic and most important step. നമുക്കറിയാം റിസർച്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിവ്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ മേലെ സ്റ്റഡി നടത്തണമെങ്കിൽ പ്രീവിയസ്ലി ആ ഒരു ടോപ്പിക്കിൽ നടന്നിരിക്കുന്ന സ്റ്റഡികളെക്കുറിച്ച് നമുക്കറിയണം. അപ്പോൾ ആ സ്റ്റഡീസിൽ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്, എന്തൊക്കെ ഫൈൻഡിങ്സ് ആണ് അവർ നടത്തിയിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, സിമിലർ ലിറ്ററേച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റഡി ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സോ പ്രിലിമിനറി സ്റ്റെപ്പ് ബിഫോർ അറ്റംപ്റ്റിംഗ് ദ പ്ലാൻ ഫോർ സ്റ്റഡി. Relevant materials connected with the selected problem are to be reviewed. So it is necessary to indicate how problem under study is related with existing literature. അപ്പം നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു റിസർച്ച് പ്രോബ്ലം ഉണ്ടല്ലോ, അത് നമ്മൾ എങ്ങനെയാണ് ഒരു എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ സർവേ ആയിട്ട് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചേഴ്സുമായിട്ട് നമ്മളെങ്ങനെ കോറിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ദെൻ തേർഡ് സ്റ്റേജിൽ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ടു ബി യൂട്ടിലൈസ്ഡ്. എവിടെ നിന്ന് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യണം, അതാണ് തേർഡ് സ്റ്റേജിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോഴ്സസ് നോക്കുന്നു. അപ്പോൾ നമ്മൾ ഡേറ്റ കളക്ഷൻ സോഴ്സസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. നമുക്ക് മെയിൻലി പ്രൈമറി സെക്കൻഡറി സോഴ്സസുകളുണ്ട്, അതേപോലെ തന്നെ ഡോക്യുമെൻ്ററി സോഴ്സസ് ഉണ്ട്, ഒഫീഷ്യൽ അൺഒഫീഷ്യൽ പേഴ്സണൽ ലൈബ്രറി എക്സെട്ര. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഫോർത്ത് സ്റ്റേജിൽ എന്താണ്, നേച്ചർ ഓഫ് ദി സ്റ്റഡി. എന്ത് കൈൻഡ് ഓഫ് സ്റ്റഡിയാണ് നമ്മൾ നടത്തുന്നത്, അപ്പോൾ അതാണ് ഇവിടെ ഫോർത്ത് സ്റ്റേജിൽ നമ്മൾ നോക്കുന്നത്. റിസർച്ച് സ്റ്റഡീസ് ടു അസർടൈൻ ദ നേച്ചർ ഓഫ് ദി സ്റ്റഡി. സ്റ്റഡിയുടെ നേച്ചർ എന്താണ്. ഹി വാണ്ട്സ് ടു അസർടൈൻ വെദർ ദ സ്റ്റഡി ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓർ എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓർ ആൻ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി. അപ്പോൾ 3 രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടി മാത്രം നടത്തുന്നതാണോ, അതൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണോ, 2 വേരിയബിൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണോ, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയാണോ, എന്ത് കൈൻഡ് ഓഫ് സ്റ്റഡിയാണ് നമ്മൾ നടത്തുന്നതെന്നാണ് നമ്മൾ ഫോർത്ത് സ്റ്റേജിൽ നോക്കുന്നത്. ദെൻ ഫിഫ്ത്ത് സ്റ്റേജിൽ എന്താണ്, ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി. അപ്പം നമ്മൾ ഇവിടെ റിസർച്ച് പ്രോബ്ലം ഉണ്ടല്ലോ, പ്രോബ്ലം ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫോർ ദ സ്റ്റഡി കൂടി നമ്മൾ ഡിഫൈൻ ചെയ്യും. അപ്പോൾ റിസർച്ച് ഷുഡ് സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി ഇൻ ക്ലിയർ ടേംസ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത്, അത് ഒബ്ജക്റ്റീവാണ്. സോ ഫിഫ്ത്ത് സ്റ്റേജിൽ നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു. ദെൻ സിക്സ്ത് സ്റ്റേജിൽ ജോഗ്രഫിക്കൽ ഏരിയ ടു ബി കവേർഡ്. അപ്പോൾ ഇവിടെ റിസർച്ച് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡേറ്റ കളക്ഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഡേറ്റ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യണം, എത്ര ഏരിയ നമ്മൾ കവർ ചെയ്യണം. നമ്മൾ റിസർച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ ഒരു ബൗണ്ടറി ഫിക്സിങ് നടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ റിസർച്ചിന് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ബൗണ്ടറി, എവിടെയൊക്കെയാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യേണ്ടതെന്നുള്ള ബൗണ്ടറി ഫിക്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ ജോഗ്രഫിക്കൽ ഏരിയ ടു ബി കവേർഡ്. ഇപ്പോൾ ഫിസിക്കൽ ബൗണ്ടറീസ് ആണ് ഇവിടെ ഫിക്സ് ചെയ്യപ്പെടുന്നത്. ദെൻ സെവൻത്ത് വൺ, socio-cultural context of the study. If the problem is related with human beings, then the socio-cultural pattern of the people is to be ascertained. നമ്മൾ സോഷ്യൽ സയൻസ് റിസർച്ച് ആണ് ചെയ്യുന്നത്, ഡെമോഗ്രാഫിക് റിസർച്ച് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ആളുകളുടെ സോഷ്യോ കൾച്ചറൽ പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാകണം. ദെൻ എയ്ത്ത് സ്റ്റേജിൽ നമ്മൾ പീരിയഡ് ഓഫ് ദ സ്റ്റഡി, എത്ര കാലയളവ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതോടൊപ്പം തന്നെ ഏത് കാലയളവിലാണ് നമ്മൾ ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, രണ്ടും പീരിയഡ് ഓഫ് സ്റ്റഡിയിൽ നമ്മൾ വരുന്നുണ്ട്. പീരിയഡ് ഓഫ് ദ സ്റ്റഡി ഓർ ടൈം ഡയമെൻഷൻ ഓഫ് ദ സ്റ്റഡി ഈസ് ടു ബി അസർടൈൻ ഇൻ കേസ് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ്. ഇറ്റ് ഹെൽപ്സ് ടു എക്സ്പ്ലോർ ദ പ്രോബ്ലം ഈസിലി. അപ്പോൾ നമ്മുടെ ടൈം പീരീഡും അതേപോലെ തന്നെ ഏത് ടൈമിലാണ് നമ്മൾ ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, ആ 2 കാര്യങ്ങളാണ് പീരിയഡ് ഓഫ് ദ സ്റ്റഡിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഡയമെൻഷൻ ഓഫ് ദ സ്റ്റഡി.
It is essential to make clear the number of cases to be studied. Dimension എന്ന് പറഞ്ഞാൽ number of cases. The limitation of the proposed study should be mentioned very clearly in the research design. ഇപ്പോൾ ഡയമെൻഷൻ എന്ന് പറയുമ്പം അതിൻ്റെ എത്ര കേസസ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിന് നമ്മുടെ ലിമിറ്റേഷൻസും എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകണം. ദെൻ അടുത്ത സ്റ്റേജിൽ ബേസിസ് ഫോർ സെലക്ടിങ് ദ ഡേറ്റ. The basis for data selection depends upon time and cost factors, especially in social research. അപ്പോൾ ഡേറ്റ നമ്മൾക്ക് സോഴ്സസ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അപ്പം മെയിൻലി 2 സോഴ്സസ് ആണ്. അപ്പം നമുക്ക് ഇതിൽ ഏത് ടൈപ്പ് ഡേറ്റ സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് തീരുമാനിക്കുന്നത്? ഒന്ന് ആ സ്റ്റഡി, എങ്ങനത്തെ സ്റ്റഡി, കൈൻഡ് ഓഫ് സ്റ്റഡി അല്ലേ, പിന്നെ നമ്മുടെ ടൈം, കോസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഡേറ്റയുടെ അവൈലബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഏത് സോഴ്സിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. സോ അത് നമ്മൾ ഏറ്റവും മാക്സിമം എഫിഷ്യൻ്റായിട്ട്, കോസ്റ്റ് എഫക്റ്റീവായിട്ട്, എക്കണോമിക്കലായിട്ട്, ടൈം അധികം കൺസ്യൂം ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് മോർ എക്കണോമിക്കൽ ആൻഡ് എഫിഷ്യൻറ്റ് ഇഫ് സ്റ്റഡി ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് സാമ്പിൾ റാദർ ദാൻ യൂണിവേഴ്സ്. അപ്പം നമുക്ക് ഹോൾ പോപ്പുലേഷൻ സ്റ്റഡി എന്ന് പറയുന്നത് പോസിബിൾ അല്ല, കാരണം അത് ടൈം കൺസ്യൂമിംഗ് ആണ്, കോസ്റ്റ്ലി ആണ്, അത് പ്രാക്ടിക്കലും അല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, സാമ്പിൾ സ്റ്റഡിയിലേക്ക് തന്നെ പോകണം. അപ്പോൾ റാൻഡം സാമ്പിളിംഗ് ടെക്നിക്കുകൾ തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡി കണ്ടക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ, ടെക്നിക് ഓഫ് ദി സ്റ്റഡി. Necessary data are to be collected for study. A suitable technique is to be decided for collecting data. അപ്പോൾ നമ്മൾ ഡേറ്റ കളക്ഷൻ ഏത് ടെക്നിക്ക് യൂസ് ചെയ്യും? നമ്മൾ കുറേ ടെക്നിക്സ് പഠിച്ചിരുന്നു ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട്. ക്വസ്റ്റ്യനയർ, സ്കെഡ്യൂള്, ദെൻ ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞ കുറേ ടെക്നിക്സ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ ഏത് ടെക്നിക്ക് വേണം നമ്മൾ യൂസ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യേണ്ടത്. ടെക്നിക് മേ ബി ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, സ്കെഡ്യൂൾ, ദെൻ ക്വസ്റ്റ്യനെയർ, കോമ്പിനേഷൻ ഓഫ് ഓൾ, അതിൻ്റെ ഒരു കോമ്പിനേഷനും ആകാം. സോ ദ ടെക്നിക് ഓഫ് സ്റ്റഡി നോർമലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സ്റ്റഡി. അപ്പം അതും എന്ത് തന്നെയാണ്, സ്റ്റഡിയുടെ നേച്ചർ അനുസരിച്ച് തന്നെ ഇരിക്കും ഏത് ടെക്നിക്ക് യൂസ് ചെയ്യണം എന്നുള്ളത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിരുന്നു. ദെൻ അടുത്തത് കൺട്രോൾ ഓഫ് എറർ. ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ്. അപ്പോൾ നമ്മൾ കൺട്രോളിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ടേം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എക്സ്പെരിമെൻ്റൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇൻ ലബോറട്ടറി ഇറ്റ് ഈസ് യൂഷ്വലി പോസിബിൾ ടു കൺട്രോൾ ഓർ വേരിയബിൾസ് ഓർ സോഴ്സ് ഓഫ് എറർ. ദ എക്സ്പെരിമെൻറ്റേഷൻ ഷുഡ് കൺസിഡർ ദ വേരിയബിൾസ് വിച്ച് ആർ ഓപ്പറേറ്റിംഗ് ഇൻ എ ഗിവൻ സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ കൺട്രോൾ ഓഫ് എറർ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഫിസിക്കൽ സെറ്റപ്പ്, നമ്മൾ ഒരു കൺട്രോൾഡ് സെറ്റപ്പിലാണ് നമ്മൾ ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റേഷൻ നടത്തുക. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഒരു കൺട്രോളിൽ നിന്ന് ചില എററുകൾ വരാൻ സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ കൺട്രോൾ ഓഫ് എറർ എന്ന് പറയുന്നത്. ആ എററിൻ്റെ മേലെ ആർക്ക് കൺട്രോൾ വേണം? റിസർച്ചർക്ക് തെറ്റിപ്പോകാതിരിക്കാനുള്ള സാധ്യത കുറയ്ക്കണം. റിസർച്ചർ കുറയ്ക്കണം. അതാണ് കൺട്രോൾ ഓഫ് എറർ എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ അതൊക്കെയാണ് സ്റ്റേജസ്. ഓക്കെ, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് 12 സ്റ്റേജിലാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് മെറിറ്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ആണ്. റിസർച്ച് ഡിസൈൻ വേണോ, ആവശ്യമുണ്ടോ, അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്തായിരിക്കും? ഇറ്റ് ഹെൽപ്സ് ടു സേർവ്സ് റിസർച്ചേഴ്സ് ടൈം, മണി ആൻഡ് എനർജി. അപ്പോൾ പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി നമ്മൾ എന്ത് കാര്യം ചെയ്താലും അവിടെ ടൈം, കോസ്റ്റ്, എനർജി, ഈ 3 കാര്യങ്ങളും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ടാസ്ക്കാണ്. 3-4 വർഷം ഇൻവോൾവ് ആവുന്ന ഒരു ടാസ്ക്കാണ്. അപ്പോൾ അത് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസർച്ച് ഡിസൈൻ ഫസ്റ്റ് ചെയ്യുന്നത്. Then it helps to prepare and execute the various activities related to study systematically. അപ്പം ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ റിസർച്ചിൽ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും സ്റ്റഡി ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ദ റിസർച്ച് ടു ഡോക്യുമെൻറ്റ് ദ റിസർച്ച് ആക്ടിവിറ്റീസ്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 5 വർഷം കൊണ്ട് ഒരാൾ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് ഇയറിൽ നടന്ന കാര്യങ്ങൾ ഇയാൾക്ക് ഓർമ്മ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കാരണം അത്രയും ഒരു ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അപ്പം നടക്കുന്ന കാര്യങ്ങൾ ഉടനടി എന്ത് ചെയ്ത് പോകണം, നോട്ട് ചെയ്ത് ഡോക്യുമെൻറ്റ് ചെയ്ത് പോകണം. എങ്കിൽ മാത്രമാണ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ നടന്നതിനെക്കുറിച്ച് നമുക്ക് റികളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഡോക്യുമെൻ്റ് പ്രിപ്പറേഷൻ. ദെൻ ഇറ്റ് എൻഷുവർ പ്രോപ്പർ ടൈം സ്കെഡ്യൂൾ ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. അപ്പോൾ ടൈം ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഇത്ര കാലയളവിനുള്ളിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യണം എന്ന്, അതിനാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ഒരു സ്കെഡ്യൂൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിനോട് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് കോൺഫിഡൻസ് ടു ദ റിസർച്ചർ ഫോർ കംപ്ലീറ്റിംഗ് ദ റിസർച്ച് വർക്ക്. കോൺഫിഡൻസ് ആകും, റിസർച്ചർ മോർ കോൺഫിഡൻ്റ് ആകും നമ്മളിങ്ങനെ ഒരു റിസർച്ച് പ്ലാൻ കീപ്പ് ചെയ്യുമ്പോൾ. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് എ സെൻസ് ഓഫ് സക്സസ് അറ്റ് എവറി സ്റ്റേജ് ഓഫ് വർക്ക്. ഇപ്പം സെൻസ് ഓഫ് സക്സസ്, ദാറ്റ് മീൻസ് കോൺഫിഡൻസ് കൂടുന്നതനുസരിച്ച് നമുക്കൊരു സക്സസ് ആകും എന്നുള്ളൊരു തോന്നൽ കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ദെൻ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ആണ്.
റിസർച്ച് ഡിസൈൻ ഏതൊക്കെ ടൈപ്സ് ആണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ടൈപ്സ് ഓഫ് റിസർച്ചുകൾ പഠിച്ചിരുന്നു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ചുകൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു റിസർച്ച് ടൈപ്സ് തന്നെയാണ് നമ്മളിവിടെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ചിനും നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ എല്ലാ റിസർച്ച് ടൈപ്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിൽ മേജറായിട്ട് വരുന്ന കുറച്ച് ടൈപ്സ് മാത്രമാണ്, അതിൻ്റെ റിസർച്ച് ഡിസൈനുകളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ മെയിൻലി വരുന്നത് എക്സ്പ്ലോറേറ്ററി ആൻഡ് കോസൽ റിസർച്ച്, ദെൻ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇതൊന്നും കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഇതൊക്കെ ഈ റിസർച്ചുകൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടതാണ്. ഇനി നമുക്കതിൻ്റെ റിസർച്ച് ഡിസൈനുകളെ കുറിച്ച് പഠിച്ചാൽ മതി. ദെൻ കോറിലേഷണൽ, സെമി എക്സ്പെരിമെൻ്റൽ, റിവ്യൂ ആൻഡ് മെറ്റാ അനാലിറ്റിക്കൽ. ഓക്കെ, അപ്പോൾ അതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് വൺ ആണ് എന്ത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ. ഇപ്പം എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്താണ്? എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് നമുക്ക് അറിയാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ റിസർച്ച് നടത്തുകയാണ്. എല്ലാ റിസർച്ചുകളും അങ്ങനെ തന്നെയാണ്. സെർച്ച് ഓഫ് നോളേജ് തന്നെയാണ്. ഫ്രം നോൺ ടു അൺനോൺ ആണ് റിസർച്ചുകളെല്ലാം. അപ്പോൾ ഇവിടെ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ ആരും തന്നെ റിസർച്ച് നടത്താത്ത ഏരിയകളായിരിക്കും, അല്ലെങ്കിൽ അധികം റിസർച്ചുകൾ നടക്കാത്ത ഏരിയകളിൽ നമ്മൾ റിസർച്ച് നടത്തുന്നതിനെയാണ് എന്ത്, എക്സ്പ്ലോറേറ്ററി റിസർച്ചുകൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ് ടു സീക്ക് ഇൻസൈറ്റ്സ് ഇൻ ടു ജനറൽ നേച്ചർ ഓഫ് ദി പ്രോബ്ലം. അപ്പം അധികം അറിയപ്പെടാത്ത മേഖലകളിലേക്ക് കുറച്ച് ഇൻസൈറ്റ്സ് കൊടുക്കുക, വെളിച്ചം വീശുക എന്നുള്ളൊരു ഉദ്ദേശമാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിന് ഉള്ളത്. ദ മെയിൻ എംഫസിസ് ഇസ് ദ ഡിസ്കവറി ഓഫ് ന്യൂ ഐഡിയാസ് ആൻഡ് ഇൻസൈറ്റ്സ് ആണ് എക്സ്പ്ലോറേഷനിൽ നടക്കുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രിലിമിനറി, നമ്മൾ പഠിച്ചിരുന്നു പൈലറ്റ് സ്റ്റഡി അല്ലെങ്കിൽ പ്രിലിമിനറി സ്റ്റഡിയാണ് ഓഫ് ആൻ അൺഫെമിലിയർ പ്രോബ്ലം എബൌട്ട് വിച്ച് ദ റിസർച്ചർ ഹാസ് ലിറ്റിൽ ഓർ നോ നോളേജ്. അതാണ് ആക്ച്വലി എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഇസ് എ പ്രിലിമിനറി സ്റ്റഡി ഓഫ് ആൻ അൺഫെമിലിയർ പ്രോബ്ലം എബൌട്ട് വിച്ച് ദ റിസർച്ചർ ഹാസ് ലിറ്റിൽ ഓർ നോ നോളേജ്. കുറച്ച് നോളേജ് അല്ലെങ്കിൽ തീരെ നോളേജ് ഇല്ലാത്ത ഒരു കാര്യത്തിനെക്കുറിച്ച്, ഒരു വളരെ അൺഫെമിലിയർ ആയിട്ടുള്ളൊരു പ്രോബ്ലത്തിനെ കുറിച്ച് റിസർച്ച് നടത്തുന്നതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ അയാളുടെ രോഗം എന്താണെന്ന് നമുക്ക് അറിയപ്പെടണമെന്നില്ല. അതായത് പുതിയതായിട്ട് കാണുന്നൊരു പേഷ്യൻറ്റ്, സ്ഥിരമായി കൺസൾട്ട് ചെയ്യുന്നതല്ല, പുതിയതായിട്ടൊരു പേഷ്യൻറ്റ് വരുമ്പം ആ പേഷ്യൻറ്റിൻ്റെ രോഗം എന്താണെന്ന് ഡോക്ടർക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആ ഡോക്ടർ അതെന്ത് ചെയ്യുകയാണ്, കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അയാളുടെ രോഗം എന്താണെന്നുള്ളത്. അപ്പം അതിനെയാണ് അന്നേരം ഡോക്ടർ കണ്ടക്ട് ചെയ്യുന്നൊരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം അതിനെയാണ് പ്രിലിമിനറി റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ exploratory research help to determine the best research design, data collection method, selection of subject, etc. അപ്പോൾ ഇവിടെ exploratory research is to test concept before they are launched in the marketplace, always a very costly endeavor. ഇപ്പം നമ്മൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത എക്സ്പ്ലോറേറ്ററി റിസർച്ച് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക, അതിൽ ഇപ്പോൾ പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് നമുക്ക് ലോഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്കറിയില്ല ആ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റിനെ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഓൾറെഡി മാർക്കറ്റിലേക്ക് അതിൻ്റെ വേറെ വേരിയൻറ്റുകൾ മാർക്കറ്റിലുണ്ടോ, ഇതൊന്നും നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, മാർക്കറ്റിലേക്ക് അതിനെ ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ ആ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ, മാർക്കറ്റിൻ്റെ ആ ഒരു റെസ്പോൺസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഇതിലെന്താണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്, അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെ കേസിൽ നമ്മൾ മാർക്കറ്റ് റിസർച്ച് നടത്തി, അതൊരു എക്സ്പ്ലോറേറ്ററി റിസർച്ചാണ്. പക്ഷേ ആ ഒരു റിസർച്ച് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റില്ല. അതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെ നമുക്കൊരു കുറച്ച് ഇൻസൈറ്റ്സ് കിട്ടുന്നു, കുറച്ച് ഐഡിയ കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എക്സ്പ്ലോറേറ്ററി റിസർച്ചുകൾ ഒരിക്കലും കംപ്ലീറ്റ് നോളേജ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവിടെ നമുക്കൊരു വഴി തെളിഞ്ഞ് കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ മറ്റ് റിസർച്ചുകളും മറ്റ് ടൈപ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റ് റിസർച്ചുകളൊക്കെ തന്നെ, അതായത് ന്യൂ ലോഞ്ചിങ്ങും അങ്ങനത്തെ രീതിയിലുള്ള മാർക്കറ്റ് റിസർച്ചുകളൊക്കെ എന്തായിരിക്കും, എക്സ്പ്ലോറേറ്ററി റിസർച്ചുകളായിരിക്കും. ദെൻ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ഗോൾസ് ആണ് നമ്മൾ നോക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചുകൾ നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാവുന്നത് തന്നെയാണ്. ഒരു ഫെമിലിയാരിറ്റി വേണം, ബേസിക് ഡീറ്റെയിൽ, സെറ്റിങ്സ് ആൻഡ് കൺസേൺ. അപ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് റിസർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രിലിമിനറി സ്റ്റഡി നടത്തുന്നു, അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡൺ ടു ഗെറ്റ് ഫെമിലറൈസ് വിത്ത് ദ സിറ്റുവേഷൻ. അപ്പോൾ അതാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, ഫെമിലറൈസ് ആകാൻ വേണ്ടിയിട്ടാണ്. ദെൻ വെൽ ഗ്രൗണ്ടഡ് പിക്ചർ ഓഫ് ദ സിറ്റുവേഷൻ ബീങ് ഡെവലപ്ഡ്.
ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയാണ് നടത്തുന്നത്. സോ വെൽ ഗ്രൗണ്ടഡ് പിക്ചർ നമുക്ക് കിട്ടുന്നു. ദെൻ ജനറേഷൻ ഓഫ് ന്യൂ ഐഡിയാസ് ആൻഡ് അസംഷൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്റ്റഡി നടത്തുമ്പോൾ കുറേ ഐഡിയാസും കുറേ ഇൻസൈറ്റ്സും നമുക്ക് കിട്ടും. അതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് പിന്നീട് സ്റ്റഡികളിലേക്ക് ഉപയോഗിക്കുന്നത്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ടെൻറ്റേറ്റീവ് തിയറീസ് ഓർ ഹൈപ്പോത്തസിസ്. അപ്പോൾ അവിടെ നമുക്ക് അസംഷൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടെൻറ്റേറ്റീവ് ഹൈപ്പോത്തസിസുകൾ നമുക്ക് ഡെവലപ്പായി വരുന്നു. ദെൻ ഡിറ്റർമിനേഷൻ അബൌട്ട് വെദർ എ സ്റ്റഡി ഇസ് ഫീസിബിൾ ഇൻ നേച്ചർ. അപ്പം നമ്മൾ ഒരു കാര്യത്തിനെക്കുറിച്ച് ആദ്യമേ തന്നെ മേജർ സ്റ്റഡിയിലേക്കല്ല പോവുക. കാരണം അത് ഫീസിബിൾ ആണോ എന്നുള്ളത്, കോസ്റ്റ്ലി ആണോ എന്ന് നമുക്കറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു പ്രിലിമിനറി സ്റ്റഡി കണ്ടക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫീസിബിലിറ്റീനെ കുറിച്ച് അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ മെയിൻ സ്റ്റഡിയിലേക്ക് പോകാൻ പറ്റും. Then issues get refined for more systematic investigation and formulation of new research question. Direction for future research and techniques get developed. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും നമുക്ക് എക്സ്പ്ലോറേറ്ററി റിസർച്ചിന് ശരിക്കും ഒരു റിസർച്ച് എന്ന് പറയാൻ പറ്റില്ല. കാരണം മറ്റ് റിസർച്ചുകൾക്ക്, പിന്നീട് നടക്കാനുള്ള റിസർച്ചുകൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്.